എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു ബ്രൗണി ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ആലോചിക്കുന്നു. ഞാനും നിങ്ങളുടെ പോലെ തന്നെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ. അപ്പോൾ വിചാരിച്ചു അത് ഇന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് റാഗിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സക്സസ് ആവുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു സൂപ്പർ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ടെക്സ്ചറാണെങ്കിൽ നല്ല കറക്റ്റ് ബ്രൗണിയുടെ ടെക്സ്ചറായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ വേറെയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രൗണിയുടെ റെസിപ്പിയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ടോപ്പിങ്ങിനായിട്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു വിപ്പിംഗ് ക്രീം തന്നെയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ പിന്നെ ഇത്രയും കൂടി എളുപ്പത്തിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് മേടിക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതൊന്നും ഇല്ലാതെ തന്നെയും പ്ലെയിൻ ആയിട്ടുള്ള ബ്രൗണി ആയിട്ട് കഴിക്കാനും നല്ല ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടത്. അപ്പോൾ വിപ്പിംഗ് ക്രീം എല്ലാം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതൊന്ന് തണുത്തോട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ബ്രൗണി റെഡിയാക്കാം. അതിനായിട്ട് 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. 2 പാക്കറ്റ് ചോക്ലേറ്റിൻ്റെയാണ് ഫ്ലേവർ. ഇപ്പോൾ ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല കേട്ടോ. സ്ട്രോബെറിയോ വാനില ഏത് മറ്റ് ഫ്ലേവറുകളായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ ഫുൾ ചോക്ലേറ്റാണ് എടുത്തേക്കുന്നത്. അത് ഒരു പാക്കറ്റിൽ 13 എണ്ണം ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റ്. 2 എണ്ണം കൂടിയിട്ട് 26 ബിസ്ക്കറ്റ് ഉണ്ട്. അതിൽ ഒരു ബിസ്ക്കറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ളതെല്ലാം നമുക്കൊരു മിക്സി ജാറിലേക്ക്, ഞാൻ ഇവിടെ വലിയ മിക്സി ജാറാണ് എടുത്തേക്കുന്നത്, അതിലേക്ക് പൊട്ടിച്ചിടുക. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ച ബിസ്ക്കറ്റ് ക്രീം ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ ഈ മിക്സി ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആ ക്രീം മാറ്റിയ ബിസ്ക്കറ്റില്ലേ അതൊന്ന് പൊടിച്ച് വെക്കാം. പൊടിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ബിസ്ക്കറ്റ് പീസെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അത്ര മതി. ഇനി നമുക്ക് അപ്പോൾ വല്ലാണ്ടിട്ട് പൊടിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് വേറെ ഐറ്റംസ് ചേർത്തിട്ട് പൊടിക്കാനുണ്ട്. അപ്പോൾ പൊടിഞ്ഞോളും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അവലാണ് കേട്ടോ. വെളുത്ത നൈസ് അവൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ റാഗിപ്പൊടി ആണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ ഇനി റാഗിപ്പൊടി ചേർത്താൽ മധുരത്തിരി കുറയും, അവലും ചേർത്താൻ. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അതെ, നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഓവനിലൊന്നല്ല വെക്കാറ് കേട്ടോ. എല്ലാം വീഡിയോസ് കാണാറുള്ളവർക്കറിയാം. നമ്മൾ കേക്കും ബിസ്ക്കറ്റും ഒക്കെ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുക. ഒരു അലുമിനിയം പാത്രമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഉപ്പൊക്കെ ചിലവർ ഇടുന്നത് കാണാം. പക്ഷെ ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. അതാണ് ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഉപ്പിടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് നമ്മുടെ ഈ ബേക്ക് ചെയ്യുന്ന എന്ത് സാധനമായാലും അതിലേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉപ്പിടാറില്ല. ഇതുപോലെ വെറുതെ റിങ് ഇറക്കിക്കും. അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഈവണായിട്ടൊന്ന് അടിഭാഗം ആയി കിട്ടാനാണ്. കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഇത്തിരി കട്ടിയുള്ള കനമുള്ള പ്ലേറ്റ് അങ്ങനെയാണെങ്കിൽ ഇത്തിരി കൂടി നല്ല കേട്ടോ. ഇത്തിരി പൊന്തി നിൽക്കണതാണ് എപ്പോഴും നല്ലത്. ബിസ്ക്കറ്റ് ആയാലും കേക്ക് ആയാലും ഉണ്ടാകുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതങ്ങനെ മൂടി വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചേക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 മില്ലി-ലിറ്ററാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിന് കാരണം വല്ലാണ്ട് വെള്ളമാവരുത്. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് മിക്സാക്കി എടുക്കും തോറും അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇവിടെ കറക്റ്റ് 1/2 കപ്പ് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഒരു അളവായിരുന്നു കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ഒഴിക്കണം. അത് എപ്പോഴും ഒഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതേപ്പോൾ വേണ്ട നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത്ര മതി. ബ്രൗൺ ആയ കാരണം വല്ലാണ്ട് അങ്ങോട്ട് ലൂസാക്കരുത്. ഇത്തിരി കട്ടിയുള്ള ഒരു ടെക്സ്ചറിൽ തന്നെ ഇരുന്നു കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് കൈ കൊണ്ട് ഇത്ര തന്നെ ബേക്കിംഗ് സോഡയാണ് ഇട്ടേക്കുന്നത്. അത് വീർത്തൊന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബേക്കിംഗ് സോഡ ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ ബേക്കിംഗ് സോഡ മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇതിലേക്ക് ആകെ 1/2 കപ്പ് പാലും, അതായത് 125 മില്ലി-ലിറ്ററും പ്ലസ് ഈ 1 ടേബിൾ സ്പൂൺ പാലും കൂടിയാണ് നമ്മൾ ആകെ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ഇത്ര മതി. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അലുമിനിയം പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെറുതെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അതിൽ ബട്ടറൊന്നും തേക്കേണ്ട ആവശ്യമില്ല ബട്ടർ പേപ്പറൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും ബട്ടറൊക്കെ തേച്ച് കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു എന്തിനാ ഈ ബട്ടർ പേപ്പറിൽ തേക്കണേത്, ഇങ്ങനെ
മനസ്സിൽ വന്നു. കാരണം ബട്ടർ പേപ്പർ ഓൾറെഡി നല്ല അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വരണത്. പിന്നെ അതിൽ നമ്മളൊന്ന് ബട്ടർ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ നമ്മളിതിലേക്ക് ആ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അത് ഈവണായിട്ടൊന്ന് പരന്ന് കിട്ടിക്കോളും. ഇനി ഇതാ നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തുറന്നിട്ട് ഇത് ഇറക്കി വെച്ചെടുക്കുക. സൈഡൊന്നും മുട്ടാതെ തന്നെ ഇറക്കി വെച്ചെടുക്കുക. ഇനി ഇത് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ വലിയ ബേണറിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഓരോരുത്തരുടെ ബേണർ അനുസരിച്ചിട്ട് വലുതോ ചെറുതോ ഒക്കെ അനുസരിച്ചിട്ടിരിക്കും വേവ്. ഏതായാലും ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ അത് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ, 20 മിനിറ്റ് കൊണ്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ബട്ടർ പേപ്പറിൽ ഈ ബട്ടർ തേക്കുന്ന പോലെ തന്നെയാണ് ഉപ്പിൻ്റെ കഥയും കേട്ടോ. ഉപ്പും ഞാനും ആദ്യം ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് ഈ കേക്കും ഇതൊക്കെ. പക്ഷേ ഒരു പൊട്ട സ്മെല്ല് അങ്ങനെ വന്നിരുന്നു. പിന്നെയാണ് ഉപ്പിടാതെ അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്മെല്ലും ഇല്ല. നല്ല ശരിക്കും നമ്മൾ ഓവനിൽ തന്നെ ബേക്ക് ചെയ്ത പോലെ തന്നെ അങ്ങനെ കിട്ടാറുണ്ട്. ബിസ്ക്കറ്റ് ആയാലും ബണ്ണായാലും കേക്ക് ആയാലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ലൊരു ബ്രൗണി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം കനം കിട്ടും. ഒരു ലെയറും കൂടി വേണമെങ്കിൽ ആക്കാം. കട്ട് ചെയ്തിട്ട് കേക്ക് പോലെ വേണമെങ്കിൽ ആക്കാം. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ 2 ലെയറിലായിട്ട് വേണമെങ്കിൽ മുറിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ആ മുകൾ ഭാഗത്തായിട്ടും ഭംഗി, അതിൻ്റെ ബാക്ക് ഭാഗം കാണാനായിട്ട് നല്ല ചെറിയ ഹോൾസൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബിസ്ക്കറ്റിന് പകരം വല്ല ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് പീസസ് ആയാലും ഇങ്ങനെ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് മുറിച്ചൊക്കെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, ഇതായതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂർ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം കേട്ടോ. കേക്ക് ആയാലും ബ്രൗണി ആയാലും ഒക്കെ അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻസും ഷെയർ ചെയ്യാൻ, ഉണ്ടാക്കിയിട്ടുള്ള കമൻസ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. Thank you.